സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷയുള്ളവർ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഡോക്ടർ AR മേനോൻ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഡോക്ടർ AR മേനോൻ. അപ്പം നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, നിലവിൽ ഇപ്പോഴത്തെ കേരളത്തിലെ ആരോഗ്യമന്ത്രി ആര് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദി ചാലക്കുടി പുഴയാണ്. എത്രാമത്തേതാണ്? 5ാമത്തേത്. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും ആരുടെ കൃതിയാണ്? വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്നത് ആരുടെ കൃതിയാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ്. VT ഭട്ടതിരിപ്പാട്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ ആണ്. പശ്ചിമ ബംഗാൾ. JC ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആര്? JC ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ്. 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതി ഏതായിരുന്നു? 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതി ബന്ധു ക്ലിനിക്. പദ്ധതിയുടെ പേര് ബന്ധു ക്ലിനിക്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഇന്ത്യ. 2030 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം ഏത്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം നിളയാണ്. നിള. 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതായിരുന്നു. യുണൈറ്റഡ് ബൈ യുണീക്ക്. കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ നിറം ഏതാണ്? കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ നിറമാണ് ഓലോ. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് തമിഴക വെട്രി കഴകം. തമിഴക വെട്രി കഴകം. ലോക നാളികേര ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഹോർത്തൂസ് മലബാർക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഹോർത്തൂസ് മലബാർക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. എത്രയാണ്? 742. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് ആരാണ്? എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് ആര്? റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ്. സുന്ദർബൻസ് ഏതുതരം വനത്തിന് ഉദാഹരണമാണ്? സുന്ദർബൻസ് കണ്ടൽ വനങ്ങളാണ്. സുന്ദർബൻസ് ഏതുതരം വനങ്ങൾക്ക് ഉദാഹരണമാണ്? കണ്ടൽ വനങ്ങളാണ്. പ്രഷർ കുക്കറിന്റെ അടിസ്ഥാന തത്വം എന്താണ്? മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു. മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു എന്നതാണ് പ്രഷർ കുക്കറിന്റെ അടിസ്ഥാന തത്വം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ ഏത് പദ്ധതിയുമായിട്ടാണ് ലയിപ്പിച്ചത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ ഏത് പദ്ധതിയുമായിട്ടാണ് ലയിപ്പിച്ചത്? സർവശിക്ഷാ അഭിയാനാണ്. സർവശിക്ഷ അഭിയാൻ. കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്ന പ്രവർത്തനം. കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്ന പ്രവർത്തനമാണ് എമൽസിഫിക്കേഷൻ. എമൽസിഫിക്കേഷൻ എന്താണ്? കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്ന പ്രവർത്തനമാണ് എമൽസിഫിക്കേഷൻ. ഏത് ഉടമ്പടിയോടെയാണ് കേരള തീരത്ത് ഡച്ചുകാരുടെ രാഷ്ട്രീയ വാണിജ്യ മേധാവിത്വത്തിന് തിരശീല വീണത്? ഏത് ഉടമ്പടിയോടുകൂടിയാണ്? മാവേലിക്കര ഉടമ്പടിയോടുകൂടിയാണ്. മാവേലിക്കര ഉടമ്പടി ഏത് വർഷമാണ്? 1753 മാവേലിക്കര ഉടമ്പടിയോടുകൂടിയാണ് കേരള തീരത്ത് ആരുടേതാണ്? ഡച്ചുകാരുടെ രാഷ്ട്രീയ വാണിജ്യ മേധാവിത്വത്തിന് തിരശ്ശീല വീണത്. മാവേലിക്കര ഉടമ്പടി 1753 ഡച്ചുകാർ എന്നതും കൂടി നോട്ട് ചെയ്യുക. അടുത്തത്, പഞ്ചായത്ത് രാജ് സംവിധാനം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നത്? പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഭേദഗതി ഏത്?
73-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. അടുത്തത്, നഗരപാലിക സംവിധാനം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നത്? നഗരപാലിക സംവിധാനം നിലവിൽ വന്നത് 74-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം 73, നഗരപാലിക സംവിധാനം 74-ാം ഭരണഘടനാ ഭേദഗതി. വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് എവിടെയാണ്? വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ്. വർഷം നോട്ട് ചെയ്യുക, 1896. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത്. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായിട്ട് താമരയെ അംഗീകരിച്ച വർഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ്. ഏത് വർഷമാണ്? 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത ആരാണ്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്. സഫ്രീന ലത്തീഫ്. സൈലന്റ് വാലി പദ്ധതിക്കെതിരെ നടന്ന സമരം നയിച്ച പ്രശസ്ത കവി ആര്? സൈലന്റ് വാലി പദ്ധതിക്കെതിരെ നടന്ന സമരം നയിച്ച പ്രശസ്ത കവി സുഗതകുമാരിയാണ്. സുഗതകുമാരി. അടുത്ത ചോദ്യം, സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. സംസ്ഥാന ഗവർണറാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. നിയമസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? നിയമസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളതും ഗവർണർക്കാണ്. ഗവർണർ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ്? വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നത് 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ്. 6 മുതൽ 14 വയസ്സ് വരെ. 42-ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകൾ ഏവ? എത്രാമത്തെ ഭേദഗതിയാണ്? 42-ാമത്തെ ഭേദഗതിയാണ്. 42-ാമത്തെ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ട വാക്കുകളാണ് സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ്? അപ്പോൾ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഏത് ലെയറിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയർ. ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് ഭൗമോപരിതലത്തിൽ നിന്നും? ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. 25 കിലോമീറ്റർ. അന്തരീക്ഷത്തിലെ ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്നത് ഏത് പാളിയിലാണ്? അന്തരീക്ഷത്തിലെ ക്രമമായ താപനഷ്ട നിരക്ക്. വാക്കോർക്ക്, ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയർ. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റി ഏതാണ്? ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റി ഏത്? തപസ് മജുംദാർ കമ്മിറ്റിയാണ്. തപസ് മജുംദാർ കമ്മിറ്റി. ഏത് ആർട്ടിക്കിൾ? 21A ആർട്ടിക്കിൾ ഉൾപ്പെടുത്തുന്നതുമായിട്ട് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റിയാണ് തപസ് മജുംദാർ കമ്മിറ്റി. കേരള സർക്കാർ പോലീസ്, ആരോഗ്യം, ഫയർ ആൻഡ് റെസ്ക്യൂ തുടങ്ങിയ എല്ലാ അടിയന്തര സേവനങ്ങൾക്കും വേണ്ടി നിലവിൽ കൊണ്ടുവന്ന പൊതുവായ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? ഹെൽപ്പ് ലൈൻ നമ്പർ 112 ആണ്. 112. ഏതിനൊക്കെയാണ്? പോലീസ്, ആരോഗ്യം, ഫയർ ആൻഡ് റെസ്ക്യൂ തുടങ്ങിയ എല്ലാ അടിയന്തര സേവനങ്ങൾക്ക് വേണ്ടി നിലവിൽ കൊണ്ടുവന്ന പൊതുവായ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 112. ലോക പരുത്തി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക പരുത്തി ദിനം ഒക്ടോബർ 7 ഒക്ടോബർ 7. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ കാലാവധി എത്ര വർഷമാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ കാലാവധി 5 വർഷമാണ്. 5 വർഷം. നഗരപാലിക സംവിധാനത്തിലെ അടിസ്ഥാന സഭ ഏതാണ്? നഗരപാലിക സംവിധാനത്തില് വാർഡ് സഭയാണ്. വാർഡ് സഭ.
ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്തത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. 1857 വിപ്ലവത്തിന് മുറാദാബാദിൽ നേതൃത്വം നൽകിയത് ആര്? എവിടെയാണ്? മുറാദാബാദിൽ നേതൃത്വം നൽകിയത് അബ്ദുൾ അലി ഖാൻ ആണ്. അബ്ദുൾ അലി ഖാൻ. ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായിട്ടാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം 1995. ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായിട്ടാണ്? ഗാട്ടിന്റെ പിൻഗാമിയായിട്ടാണ് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. വർഷം ഏതാണ്? 1995. ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് ആര്? ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് SH റാസയാണ്. SH റാസ. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോർ ബാങ്കിംഗ് നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ്? കോർ ബാങ്കിംഗ് നടപ്പിലാക്കിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, SBI. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് എന്ന്? UN. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് എന്നാണ്? 1945 ഒക്ടോബർ 24. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത്. പാർലമെന്റ് ദി ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ആക്ട് പാസാക്കിയ വർഷം? ദി ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ആക്ട് പാസാക്കിയത് 1986. 1986. ഇനി പാലക്കാട് ശബരി ആശ്രമത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? പാലക്കാട് ശബരി ആശ്രമത്തിന്റെ സ്ഥാപകൻ TR കൃഷ്ണസ്വാമി അയ്യർ. TR കൃഷ്ണസ്വാമി അയ്യർ. നിജാനന്ദ വിലാസം രചിച്ചത്? കൃതി ഏതാണ്? നിജാനന്ദ വിലാസം. ആരാണ് രചിച്ചത്? ചട്ടമ്പി സ്വാമികളാണ്. പാലിയം സത്യാഗ്രഹം ആരംഭിച്ച തീയതി? പാലിയം സത്യാഗ്രഹം 1947 ഡിസംബർ 4. 1947 ഡിസംബർ 4 പാളയം സത്യാഗ്രഹം ആരംഭിച്ചത്. ജനനം മുതൽ മരണം വരെയുള്ള തുടർ പദ്ധതിയാണ് വിദ്യാഭ്യാസം എന്ന് പ്രസ്താവിച്ചത് ആര്? ജനനം മുതൽ മരണം വരെയുള്ള തുടർ പദ്ധതിയാണ് വിദ്യാഭ്യാസം എന്ന് പ്രസ്താവിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിന്റെ വിശദ വിവരങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് 1949 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി? തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിന്റെ വിശദ വിവരങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് 1949 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ബക്ക് കമ്മിറ്റിയാണ്. കമ്മിറ്റി ഏതാണ്? ബക്ക് കമ്മിറ്റി. ചതുപ്പ് വാതകം എന്ന് അറിയപ്പെടുന്നത്? ചതുപ്പ് വാതകം മീഥേൻ ആണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വേഗ്നർ ആണ്. ആൽഫ്രഡ് വേഗ്നർ. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിലിയുവിനെയാണ്. അപ്പൊ റാണി ഗൈഡിലിയുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് 1 ടൺ ഡാഷിന് തുല്യമാണ്. ഒരു കാർബൺ ക്രെഡിറ്റ് 1 ടൺ കാർബൺ ഡയോക്സൈഡിന് തുല്യമാണ്. 1 ടൺ കാർബൺ ഡയോക്സൈഡ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. 1939 മെയ് ദിനം എന്ന കവിത എഴുതിയതിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചത് ആര്? R സുഗതൻ. കവിത ഏതാണ്? മെയ് ദിനം. R സുഗതൻ. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി ആരാണ്? കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി ശ്രീനാരായണ ഗുരു ആണ്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം കൊച്ചിയാണ്. സിയ. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഭൂവിഭാഗങ്ങൾ അറിയപ്പെടുന്നത്? എത്ര മീറ്ററിന് മുകളിലാണ്? 900 മീറ്ററിന് മുകളിൽ. പർവ്വതങ്ങൾ. വസ്ത്രങ്ങൾക്ക് വെണ്മ നൽകാനായി നീലമായിട്ട് ഉപയോഗിക്കുന്ന അലൂമിനിയത്തിന്റെ നീല നിറമുള്ള ധാതു ഏതാണ്? ലാപ്പീസ് ലസൂലിയാണ്. ലാപ്പീസ് ലസൂലി. നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില? നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 126.2 കെൽവിനാണ്. 126.2 കെൽവിൻ. ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്.
പുസ്തകം കണ്ണാടിക്ക് മുമ്പിൽ പിടിക്കുമ്പോൾ കണ്ണാടിയിലൂടെ വായിക്കാൻ സാധിക്കാത്തതിന് കാരണം പാർശ്വിക വിപര്യമാണ്. പാർശ്വിക വിപര്യം. വാഷിംഗ് മെഷീനിന്റെ പ്രവർത്തന തത്വം അപകേന്ദ്ര ബലം. വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്നത് കമ്മ്യൂട്ടേറ്റർ ആണ്. കമ്മ്യൂട്ടേറ്റർ. ബ്ലീച്ചിങ് പൗഡറിന്റെ ഗന്ധത്തിന് കാരണമായ വാതകം. ബ്ലീച്ചിങ് പൗഡറിന്റെ ഗന്ധത്തിന് കാരണമായത് ക്ലോറിൻ ആണ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ഏത്? നിയന്ത്രിക്കുന്നത് നൈട്രജൻ ആണ്. നൈട്രജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ, കത്തുന്ന വാതകം ഹൈഡ്രജൻ, ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം നൈട്രജൻ. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം സല്യൂട്ട് 1 ആണ്. സല്യൂട്ട് 1. ശരീരം വിശ്രമിക്കുന്ന അവസ്ഥയിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കുറഞ്ഞ അളവിലുള്ള ഊർജം അറിയപ്പെടുന്നുണ്ട്. ശരീരം വിശ്രമിക്കുന്ന അവസ്ഥയിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കുറഞ്ഞ അളവിലുള്ള ഊർജമാണ് ബേസൽ മെറ്റാബോളിക് റേറ്റ്, BMR, ബേസൽ മെറ്റാബോളിക് റേറ്റ്. ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യമായതുമായ കാർബണിന്റെ ഐസോട്ടോപ്പ്. ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യമായതുമായ കാർബണിന്റെ ഐസോട്ടോപ്പ് കാർബൺ 12 ആണ്. കാർബൺ 12. പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം ഏതാണ്? പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം. പിഡ്ജിയൻ പ്രക്രിയ മഗ്നീഷ്യം. സംക്രമണ മൂലകങ്ങളെ തിരിച്ചറിയുന്ന ടെസ്റ്റ്. സംക്രമണ മൂലകങ്ങളെ തിരിച്ചറിയുന്ന ടെസ്റ്റാണ് ബൊറാക്സ് ബീഡ് ടെസ്റ്റ്. ബൊറാക്സ് ബീഡ് ടെസ്റ്റ് സംക്രമണ മൂലകങ്ങളെ തിരിച്ചറിയാനായിട്ട് നടത്തുന്ന ടെസ്റ്റാണ് ബൊറാക്സ് ബീഡ് ടെസ്റ്റ്. ആവർത്തന പട്ടികയിലെ 101ാമത്തെ മൂലകമായ മെന്റലേവിയം കണ്ടുപിടിച്ചത്, പേര് നൽകിയതും ആര്? മെന്റലേവിയം. എത്രാമത്തെ മൂലകമാണ്? 101ാമത്തെ മൂലകമാണ്. ഗ്ലെൻ ടി സീബർഗ് ആണ്. ഗ്ലെൻ ടി സീബർഗ്. മെന്റലേവിയം എത്രാമത്തേതാണ്? 101ാമത്തെ മൂലകമാണ്. ഗ്ലെൻ ടി സീബർഗ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള അകലം എത്രയാണ്? 3.84 ലക്ഷം കിലോമീറ്റർ ആണ്. 3.84 ലക്ഷം കിലോമീറ്റർ. ജലോപരിതലത്തിലേക്ക് നോക്കുന്ന ഒരാൾക്ക് അക്യുറേറ്റിന്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ കാണപ്പെടാൻ കാരണമായ പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിഫലനം. പൂർണ്ണാന്തര പ്രതിഫലനം. ഡോർ ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഡോർ ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ്. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഏതാണ്? സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹുക്സ് നിയമമാണ്. ഹുക്സ് നിയമം. ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗമുള്ള ഗ്രഹം. ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗമുള്ളത് വ്യാഴത്തിനാണ്. വ്യാഴം. വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് വിസ്കോസിറ്റി. പോയിസ്യൂൾ ആണ്. വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് പോയിസ്യൂൾ. പോയിസ്യൂൾ എന്തിന്റെ യൂണിറ്റ് ആണ്? വിസ്കോസിറ്റി. ചാലകത അളക്കുന്ന ഏകകം ഏത്? ചാലകത. സീമെൻസ് ആണ്. ചാലകത അളക്കുന്ന ഏകകം സീമെൻസ്. ഹൈപ്പർ തൈറോയിഡിസം ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. ഹൈപ്പർ തൈറോയിഡിസം ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് അയോഡിൻ 131 ആണ്. I-131. അയോഡിൻ 131. തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന നീർക്കെട്ട് അറിയപ്പെടുന്നത് തൈറോയിഡൈറ്റിസ് എന്നാണ്. തൈറോയിഡൈറ്റിസ്. തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന നീർക്കെട്ട്. ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഗ്രേവ്സ് ഡിസീസ് എക്സോതാൽമിക് ഗോയിറ്റർ. എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഗ്രേവ്സ് ഡിസീസ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? ഏത് ഹോർമോണാണ്? കാൽസിട്ടോണിൻ ആണ്. കാൽസിട്ടോണിൻ. പാരാതോർമോണിന്റെ കുറവ് മൂലം പേശികളെ ബാധിക്കുന്ന രോഗം. പാരാതോർമോണിന്റെ കുറവ് മൂലം പേശികളെ ബാധിക്കുന്ന രോഗം ഏത്? ടെറ്റനിയാണ്. ടെറ്റനി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ISRO രൂപീകൃതമായ വർഷം 1969. 1969. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നുമാണ്. അയർലൻഡ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത്? മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് 1976 1976. ഇനി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്താണ്? ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22.
1947 ജൂലൈ 22. മനുഷ്യരക്തത്തിന്റെ ഏകദേശ pH മൂല്യം 7.4. സിനിമയാക്കിയ ആദ്യത്തെ മലയാളം നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആര്യങ്കാവ് ചുരമാണ്. ആര്യങ്കാവ് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ രമാബായി ആരംഭിച്ച പദ്ധതിയുടെ പേര്? രമാബായി ആരംഭിച്ച പദ്ധതിയാണ് മുക്തി മിഷൻ. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ രമാബായി ആരംഭിച്ച പദ്ധതിയാണ് മുക്തി മിഷൻ. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതി ഏത്? ബിർസ മുണ്ട കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പെഹലെ ഗാന്ധി. കൃതി ഏതാണ്? ഗാന്ധി സെ പെഹലെ ഗാന്ധി. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. അവസാനത്തെ ചോദ്യം, ജീവകങ്ങൾക്ക് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി? ജീവകങ്ങൾക്ക് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ചത് കാസിമർ ഫങ്ക് ആണ്. കാസിമർ ഫങ്ക്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.